ഹലോ ആൾ എസ്ക്വൽ സെർവറിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ നോർമൽ ഫോംസിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ പാർട്ട് 51ൽ എന്താണ് നോർമൽ ഫോംസ് എന്നും ഫസ്റ്റ് നോർമൽ ഫോമിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തു. ഈ വീഡിയോയിൽ നമ്മൾ സെക്കൻഡ് നോർമൽ ഫോമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്താണ് സെക്കൻഡ് നോർമൽ ഫോം? അപ്പോൾ ഫസ്റ്റ് നോർമൽ ഫോമിനെ പോലെ തന്നെ സെക്കൻഡ് നോർമൽ ഫോമിനും സെറ്റ് ഓഫ് ക്രൈറ്റീരിയാസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ആ ടേബിൾ അതിൻ്റെ ഫസ്റ്റ് നോർമൽ ഫോം സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. അതായത് ഇപ്പോൾ നമ്മളൊരു ടേബിൾ എടുക്കുകയാണെങ്കിൽ അത് ഫസ്റ്റ് നോർമൽ ഫോമിലായിരിക്കണം. അതാണ് ഫസ്റ്റ് കണ്ടീഷൻ. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്മുടെ ആ ടേബിളിനകത്ത് റിഡണ്ടൻറ്റ് ഡേറ്റ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഡേറ്റയെ ആ ടേബിളിൽ നിന്ന് മാറ്റിയിട്ട് പുതിയൊരു ടേബിൾ ഉണ്ടാക്കിയിട്ട് ആ പുതിയൊരു ടേബിളിനകത്തേക്ക് മാറ്റുക. അതായത് റിഡണ്ടൻറ്റ് ഡേറ്റ ഒരു പുതിയ ടേബിളിനകത്തേക്ക് മാറ്റിയിട്ട് നമുക്ക് ആ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്ത ടേബിളിനകത്ത് ഒരു ഫോറിൻ കീ റിലേഷൻ ഇട്ടിട്ട് ഈ രണ്ട് ടേബിളും തമ്മിൽ റിലേഷൻ സെറ്റ് ചെയ്യും. ഇതാണ് രണ്ടും മൂന്നും പോയിന്റ്സ്. ഇനി നമുക്ക് ഇതിന്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ഞാൻ ഇവിടെ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ടേബിളിന്റെ പേര് എംപ്ലോയീസ്. അതായത് ഇതിനകത്ത് എംപ്ലോയീസിന്റെ ഡീറ്റെയിൽ ആണുള്ളത്. അപ്പോൾ എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് ഇതിനകത്തുള്ളത്? എംപ്ലോയി ID, നെയിം, ജെൻഡർ, ഇതുപോലെ തന്നെ സാലറി, പിന്നെയുള്ള മൂന്ന് ഡീറ്റെയിൽ ഡിപ്പാർട്ട്മെന്റ് നെയിം, ഡിപ്പാർട്ട്മെന്റ് ഹെഡ്, ഡിപ്പാർട്ട്മെന്റ് ലൊക്കേഷൻ. അപ്പോൾ ഈ ഡിപ്പാർട്ട്മെന്റ് നെയിം, ഡിപ്പാർട്ട്മെന്റ് ഹെഡ്, ഡിപ്പാർട്ട്മെന്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു എംപ്ലോയി IT ആണെങ്കിൽ ആ IT-യിൽ വരുന്ന എല്ലാ എംപ്ലോയീസിന്റെ ഡിപ്പാർട്ട്മെന്റ് നെയിമും ഡിപ്പാർട്ട്മെന്റ് ഹെഡും ഡിപ്പാർട്ട്മെന്റ് ലൊക്കേഷനും സെയിം ആയിരിക്കും. ഇപ്പോൾ രാം എന്ന് പറയുന്ന എംപ്ലോയി എടുക്കുകയാണെങ്കിൽ പുള്ളിയുടെ ഡിപ്പാർട്ട്മെന്റ് നെയിം IT ആണെങ്കിൽ പുള്ളിയുടെ ഡിപ്പാർട്ട്മെന്റ് ഹെഡും ഡിപ്പാർട്ട്മെന്റ് ലൊക്കേഷനും സെയിം തന്നെയായിരിക്കും. അപ്പോൾ ഒരു IT ഡിപ്പാർട്ട്മെന്റ് കീഴിൽ വരുന്ന എംപ്ലോയീസിന്റെ ഈ മൂന്ന് ഡേറ്റയും റിപ്പീറ്റ് ആയിട്ട് വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇതിനെയാണ് റിഡണ്ടന്റ് ഡേറ്റ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു എംപ്ലോയി HR ഉണ്ടെങ്കിൽ വേറെ എംപ്ലോയീസിനും ആ HR എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലുള്ള ബാക്കിയുള്ള എംപ്ലോയീസിന് ഈ മൂന്ന് ഡേറ്റയും അതായത് HR, ഡിപ്പാർട്ട്മെന്റ് ഹെഡും ഡിപ്പാർട്ട്മെന്റ് നെയിമും ഡിപ്പാർട്ട്മെന്റ് ലൊക്കേഷനും സെയിം തന്നെയായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ടേബിളിനകത്ത് റിഡണ്ടന്റ് അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് ഡേറ്റ വരുന്നത്. ഓക്കെ. നമുക്ക് ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതുകൊണ്ടുള്ള ഇഷ്യൂസ് എന്തൊക്കെയാണ്? അപ്പോൾ ഈ നമുക്ക് എത്ര എംപ്ലോയീസ് ഉണ്ട്? 500 എംപ്ലോയീസ് ഉണ്ട്. അതിൽ 500 എംപ്ലോയീസും IT ആണെങ്കിൽ ഈ 3 കോളവും 500 ടൈംസിൽ അത് റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ ഇത് കൂടുതൽ ഡിസ്ക് സ്പേസ് എടുക്കും. അതാണ് ഒരു മേജർ ഇഷ്യൂ. 2 എന്ന് പറയുന്നത് ഇപ്പോൾ എനിക്കൊരു 500 IT എംപ്ലോയീസ് ഉണ്ട്. ഓക്കെ. ഇപ്പം ആ IT എംപ്ലോയീസിന്റെ ഡിപ്പാർട്ട്മെന്റ് ഹെഡ് മാറുന്നു എന്ന് വെച്ചോളൂ. അപ്പോൾ നമുക്ക് ഈ ടേബിളിൽ ഈ 500 എംപ്ലോയീസിനെ അഗൻസ്റ്റ് നമ്മൾ ഈ ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് അപ്ഡേറ്റ് ചെയ്യണം. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു എംപ്ലോയിക്ക് അത് അപ്ഡേറ്റ് ചെയ്യാൻ മിസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡേറ്റ ഇൻകൺസിസ്റ്റന്റ് ആവും. അപ്പോൾ ഡേറ്റ ഇൻകൺസിസ്റ്റന്റ് വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ DML ഓപ്പറേഷൻസ് സ്ലോ ആയിരിക്കും. കാരണം നമുക്ക് ഏതെങ്കിലും ഒരു എംപ്ലോയിക്ക് എഗൻസ്റ്റ് ഉള്ള അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെന്റ് എഗൻസ്റ്റ് ഉള്ള ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ചേഞ്ച് ആവുകയാണെങ്കിൽ നമ്മൾ ഈ മൊത്തം IT എഗൻസ്റ്റ് ഉള്ള എംപ്ലോയീസിന്റെ ടേബിളിൽ മീൻസ് കോളത്തിൽ നമുക്ക് ആ ഡിപ്പാർട്ട്മെന്റ് ഹെഡ് നമുക്ക് അത് അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അത് നമുക്ക് പെർഫോമൻസിനെ ബാധിക്കും. അപ്പോൾ ഇത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനെ നമുക്ക് സെക്കൻഡ് നോർമൽ ഫോമിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ഈ റിഡണ്ടന്റ് ആയിട്ട് വരുന്ന 3 കോളം ഇതിനെ നമുക്ക് വേറൊരു ടേബിളിനകത്തേക്ക് മാറ്റാം. ഓക്കെ. നമുക്ക് വേറെ ടേബിൾ ക്രിയേറ്റ് ചെയ്ത് നമുക്ക് ഈ 3 ഡേറ്റേനെയും ഈ 3 കോളത്തിനെയും നമുക്ക് ആ പുതിയ ടേബിളിലേക്ക് മാറ്റാം. ഇവിടെ ഞാനൊരു ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ എംപ്ലോയിയുടെ ടേബിളിൽ റിഡണ്ടന്റ് ആയി വരുന്ന ആ കോളംസ് ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തു. ഡിപ്പാർട്ട്മെന്റ് നെയിം, ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് ലൊക്കേഷൻ. സോ ITയും HR രണ്ട് ഡിപ്പാർട്ട്മെന്റ് ഇപ്പോൾ നിലവിലുള്ളൂ. അപ്പോൾ രണ്ടിനും ഞാനൊരു ഡിപ്പാർട്ട്മെന്റ് IDയും കൊടുത്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇതേപോലെ തന്നെ ഞാൻ ആദ്യത്തെ ടേബിൾ എംപ്ലോയീസിന്റെ ടേബിളിൽ നിന്ന് ഞാൻ ഡിപ്പാർട്ട്മെന്റ് റിലേറ്റഡ് എല്ലാ കോളംസും ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഇപ്പോൾ ആ കോളംസ് വന്നിട്ട് ഞാൻ പുതിയൊരു ടേബിളായിട്ട് ഇവിടെ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ അതിനൊരു ഡിപ്പാർട്ട്മെന്റ് ID എന്ന് പറയുന്ന ഒരു പ്രൈമറി കീ ഉണ്ട്. ഇനി നമുക്ക് ഈ രണ്ട് ടേബിൾ തമ്മിലൊരു റിലേഷൻ സെറ്റ് ചെയ്യണം. നമുക്ക് എംപ്ലോയിയും ഡിപ്പാർട്ട്മെന്റും തമ്മിൽ റിലേഷൻ സെറ്റ് ചെയ്യാനായിട്ട് നമുക്ക് എംപ്ലോയി എന്ന് പറഞ്ഞ ടേബിളിനകത്ത് നമുക്കൊരു ഫോറിൻ കീ റിലേഷൻ സെറ്റ് ചെയ്യണം. അതിന് നമുക്ക് ഡിപ്പാർട്ട്മെന്റ് ടേബിളിലെ ഡിപ്പാർട്ട്മെന്റ് IDനെ നമുക്ക് എംപ്ലോയി എന്ന് പറയുന്ന ടേബിളിനകത്ത് ആഡ് ചെയ്തിട്ട് ആ കോളത്തിലേക്ക് നമുക്ക് ഫോറിൻ കീ റിലേഷൻസ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതിനകത്തൊരു കോളവും കൂടെ നമുക്ക് ആഡ് ചെയ്യണം. എംപ്ലോയി എന്ന് പറയുന്ന ടേബിളിനകത്ത് നമുക്കൊരു കോളം കൂടെ നമുക്ക് ആഡ് ചെയ്യാം. ഡിപ്പാർട്ട്മെന്റ് ID അത് ഇൻറ്റിജർ ആണ്. ഓക്കെ. നമുക്ക് ഇനി ഇതിനൊരു ഫോറിൻ കീ കൂടെ സെറ്റ് ചെയ്യാം. ഫോറിൻ കീ സെറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് അവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് റിലേഷൻഷിപ്പ് എടുക്കാം. എന്നിട്ട് നമുക്കൊരു റിലേഷൻഷിപ്പ് ആഡ് ചെയ്യാം.
ഇവിടെ നമുക്ക് ടേബിൾ ആൻഡ് കോളം സ്പെസിഫിക്കേഷൻസ് നമുക്ക് കൊടുക്കാം. ഓക്കെ. നമുക്ക് റിലേഷൻ സെറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഇതിൽ നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇനി ആദ്യമേ നമുക്ക് പ്രൈമറി കീ ടേബിളിന്റെ ഡീറ്റെയിൽസ് കൊടുക്കാം. നമ്മുടെ പ്രൈമറി കീ ടേബിൾ ഏതാണ്? നമുക്ക് ഇവിടെ ഒരു ഫോറിൻ കീ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ പ്രൈമറി കീ പോകുന്ന ടേബിൾ എന്ന് പറയുന്നത് നമ്മളുടെ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്ന ടേബിളാണ്. ഡിപ്പാർട്ട്മെന്റിലെ ഏത് ഫീൽഡുമായിട്ടാണ് നമ്മൾ റിലേഷൻ സെറ്റ് ചെയ്യുന്നത്? ഡിപ്പാർട്ട്മെന്റ് ഐ ഡി. ഇനി നമ്മുടെ ഫോറിൻ കീ ടേബിൾ ഏതാണ്? എംപ്ലോയി. എംപ്ലോയിയിലെ ഏത് ഫീൽഡുമായിട്ടാണ് അതിന്റെ റിലേഷൻ പോകുന്നത്? ഡിപ്പാർട്ട്മെന്റ് ഐ ഡി. ഓക്കെ. നമുക്കിപ്പം അതായത് ഡിപ്പാർട്ട്മെന്റിലെ ഡിപ്പാർട്ട്മെന്റ് ഐ ഡി ഇട്ട് നമ്മുടെ എംപ്ലോയി ടേബിളിൽ നിന്ന് ഒരു റിലേഷൻസ് നമ്മളിവിടെ സെറ്റ് ചെയ്യുന്നു. നമുക്ക് ക്ലോസ് ചെയ്യാം, സേവ് ചെയ്യാം. ഇനി നമുക്ക് എംപ്ലോയി എന്ന് പറയുന്ന ടേബിള് ഒന്ന് ഡാറ്റ എന്തൊക്കെയാണോ ഉള്ളതെന്ന് നോക്കാം. 200 ക്ലോസ് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ ഓക്കെ, ഇത് ക്ലോസ് ചെയ്യാം നമുക്ക്. ഇപ്പം നമ്മൾ ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് ജസ്റ്റ് ആഡ് ചെയ്തേ ഉള്ളൂ. ഇപ്പം അതിനകത്ത് ഡാറ്റയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആദ്യത്തെ ആള് IT ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് 1 കൊടുക്കാം. രണ്ടാമത്തത് HR ആണ്. മൂന്നാമത്തത് IT എഗൈൻ ആണ്. നാലാമത്തത് എഗൈൻ IT ആണ്. അഞ്ചാമത്തത് HR ആണ്. ഓക്കെ. അപ്പോൾ ഇവിടെ ഡേറ്റാസ് ഒന്നും തന്നെ റിപ്പീറ്റ് ആയിട്ട് വരുന്നില്ല. ഇപ്പോൾ ഈ ഡിപ്പാർട്ട്മെന്റ് ഈ എംപ്ലോയി അരുണിന് അഗേൻസ്റ്റ് ഉള്ള ഡിപ്പാർട്ട്മെന്റ് ഏതാണ്? ID എന്ന് പറയുന്നത് ID 1 ആണ്. അപ്പോൾ കറസ്പോണ്ടിങ് ഡേറ്റ കാണണമെങ്കിൽ നമുക്ക് ഡിപ്പാർട്ട്മെന്റ് ഐഡിക്കകത്ത് പോയി കഴിഞ്ഞാൽ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞ ടേബിളിൽ പോയി കഴിഞ്ഞാൽ ആ ഡിപ്പാർട്ട്മെന്റിന്റെ കറസ്പോണ്ടിങ് ഡീറ്റെയിൽസ് നമുക്ക് അവിടെ കാണാൻ പറ്റും. അപ്പോൾ ബാക്കിയുള്ള റിഡൻഡന്റ് ഡേറ്റ എല്ലാം നമ്മൾ പുതിയൊരു ടേബിളിലാക്കിയിട്ട് നമ്മൾ ഇതിനകത്ത് ഒരു ഫോറിൻ കീ സെറ്റ് ചെയ്ത് അത് തമ്മിൽ റിലേഷൻ സെറ്റ് ചെയ്തു. ഇങ്ങനെയാണ് നമ്മൾ ഒരു ടേബിളിനെ സെക്കൻഡ് നോർമൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ സെക്കൻഡ് നോർമൽ ഫോമിനെ പറ്റി ഡിസ്കസ് ചെയ്യാൻ ഇത്രയേ ഉള്ളൂ. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് തേർഡ് നോർമൽ ഫോം എന്താണെന്ന് നോക്കാം. താങ്ക് യു.